എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇതാണ് കോഴിമുട്ട അച്ചാർ. ഇത് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു ചൈനീസ് ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരിക്കൽ ചൈനയിൽ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കാനിടയായി. അവിടെ ഇങ്ങനെ പല ടൈപ്പ് മുട്ടകൾ ഇതുപോലെ അച്ചാറുണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ട്. അത് പല കളറിൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് കളർ കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനൊരു 10 കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മുട്ടയോ 3 മുട്ടയോ എടുത്തുണ്ടാക്കാവുന്നതാണ്. ടേസ്റ്റ് ഇഷ്ടപ്പെടുക ആണെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 10 എണ്ണം എടുത്തുണ്ടാക്കിയത്. ഇതിന് വേണ്ടി ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ബീട്രൂട്ട് എടുത്തത്. ഇത് താല്പര്യമില്ലാത്തവർ എടുക്കേണ്ടതില്ല. മുട്ട ഇങ്ങനെ വെളുത്തിരിക്കും, അത്രയേ ഉള്ളൂ. ഇതിനി കഴുകി അരിഞ്ഞു ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ് എടുക്കാനുള്ളത്. 2 ഗ്ലാസ് വെള്ളത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ദാ ഇങ്ങനെ കിട്ടും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വിനാഗിരി ഒഴിക്കുക. ഇനി 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം 5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ഒന്ന് അടുപ്പിലോട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട തോലൊക്കെ റെഡിയാക്കി വച്ചു. ഇനി ഒരു ഭരണി എടുത്ത് അതിനകത്തോട്ട് ഈ മുട്ട ഇട്ട് കൊടുക്കുക. ഭരണിയുടെ ഉൾവശം ഒട്ടും നനവ് പാടില്ല. ഞാനങ്ങനെ ഈ 10 മുട്ടയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ച് എരിവൊക്കെ കിട്ടും, കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനി നമ്മൾ ആ ജ്യൂസ് റെഡിയാക്കിയത് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. മുട്ട ഇതിനകത്ത് മുങ്ങിക്കിടക്കണം. എന്നിട്ട് ഇതിനെ അടച്ച് സൂക്ഷിക്കണം. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. മുട്ടയല്ലേ, അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2 ദിവസം കഴിഞ്ഞു. ഇതാ മുട്ട എടുക്കുകയാണ്. ഈ മുട്ടയിലൊക്കെ നമ്മുടെ ജ്യൂസിൻ്റെ, അതായത് ബീട്രൂട്ട് ജ്യൂസിൻ്റെ കളറെല്ലാം പിടിച്ച് മറ്റൊരു കളറായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് മുട്ട എന്നൊന്നും തോന്നത്തില്ല, മറ്റൊരു കളറായി. അങ്ങനെ നമ്മുടെ അടിപൊളി മുട്ട അച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും.
എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബൈ.